എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സന്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളാണ്. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ ശരിക്കും ആ പേഴ്സണ് ആരാണെന്നറിയോ? ആ പേഴ്സൺ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്നറിയോ? ആ പേഴ്സൻ്റെ രാജകുമാരനാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ രാജകുമാരിയാണ് നിങ്ങൾ. അത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പ്രാധാന്യം എന്നതിലുപരി ബഹുമാനം നൽകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ, ഒരു പക്ഷേ അതിനേക്കാൾ ഉപരി ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ ശക്തി എന്താണ് എന്ന് നിങ്ങളെക്കാൾ നന്നായി ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആ പേഴ്സണ് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ ഏറ്റവും നിങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന്. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ആ പേഴ്സണ് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണ്, വളരെയധികം കഴിവുള്ള ഒരാളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു രാജകുമാരിയെ പോലെയോ അല്ലെങ്കിൽ ഒരു രാജകുമാരനെ പോലെയോ ആണെന്ന്. അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്കിത് അറിയില്ലായിരിക്കാം, ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പലപ്പോഴും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സൻ്റെ ഭാഗ്യമാണ് എന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതുമെല്ലാം തന്നെ ആ പേഴ്സൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ആ പേഴ്സൺ കരുതുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പലവട്ടവും ആ പേഴ്സൺ നിങ്ങളോടത് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിച്ച പോലെ ആ പേഴ്സണ് നിങ്ങളോടത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ വളരെ സ്പെഷ്യലാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ പേഴ്സൺ അറിയില്ല. അത്രത്തോളം നിങ്ങളുടെ പ്രാധാന്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ നൽകുന്നുണ്ട്, അത്രത്തോളം സ്പെഷ്യലാണ് നിങ്ങൾ ആ പേഴ്സണ് എന്ന് പറയാം. പക്ഷേ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ പേഴ്സൺ അറിയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഒരുപാട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ഒത്തിരി 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 അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ പറയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ ഇഷ്ടം എത്രമാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്പെഷ്യലാണ്, ആ പേഴ്സൺ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ ആ പേഴ്സണ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് വാക്കുകൾ കൊണ്ട് ആ പേഴ്സണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് വലിയ കാര്യമായിട്ടാണ് ആ പേഴ്സൺ കരുതുന്നത്. അത് അത്ര വലിയ കാര്യമാണ്, ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സൺ നൽകുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അത് മറ്റാർക്കും നൽകാൻ കഴിയില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? ആ പേഴ്സൻ്റെ ഫാമിലിക്കാണ്. പക്ഷേ
അത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്കും ആ പേഴ്സൺ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട്. മറ്റാർക്കും ആ പേഴ്സൺ ആ ഒരു പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രാധാന്യം അർഹിക്കുന്നവരാണ്. അതായത് നിങ്ങൾക്കത് കിട്ടേണ്ടതാണ്. ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കാം, മേ ബി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ആ ഒരു പ്രാധാന്യം അവർ നിങ്ങൾക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന പ്രാധാന്യം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയില്ല, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലും, ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്, അതായത് ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കാത്തത് കാരണം ഇപ്പോൾ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ, എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അവർ നൽകുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട പ്രാധാന്യം ആരെങ്കിലും, ഈ പേഴ്സൺ അല്ല മറ്റാരെങ്കിലും നിങ്ങൾക്ക് നൽകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ പേഴ്സൺ അറിയാം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്നേഹം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നെല്ലാം ആ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൺ അറിയാം നിങ്ങൾ അങ്ങനെ ആരോടും സഹായം ചോദിക്കുന്ന ഒരാളല്ല. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ, നിങ്ങളെക്കൊണ്ട് കഴിയാത്ത കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ മറ്റാരോടെങ്കിലും സഹായം ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും സ്വയം ചെയ്യാൻ അറിയാം, അതായത് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ എന്ന് ആ പേഴ്സൺ അറിയാം. എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പേഴ്സൺ അല്ല, ഇനി ആരാണെങ്കിലും നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങനെ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നത് ആ പേഴ്സണ് ഇഷ്ടമില്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ കോൺഫിഡൻസ് എത്രമാത്രമാണ്, നിങ്ങളുടെ കഴിവ് എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങൾ, എങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പേഴ്സൺ അത്രമാത്രം സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നറിയാൻ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ ആ പേഴ്സണും വിഷമമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മേ ബി കുറച്ച് പേരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷമത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിഷമത്തിലായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിച്ചത്. എന്തായാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരികയാണെങ്കിൽ, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്താണെങ്കിലും അത് നിങ്ങൾ ആ പേഴ്സണോട് തുറന്നു പറയണമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ ദേഷ്യമുണ്ടെങ്കിലോ എന്താണെങ്കിലും അത് നിങ്ങൾ ആ പേഴ്സണോട് തുറന്നു പറയുക എന്നാണ് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സൺ ശ്രദ്ധയോടെ തന്നെ കേൾക്കുമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സണ് അത് വളരെ സന്തോഷമാകും എന്നുള്ളതാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ അതിനുവേണ്ടി നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല.
അങ്ങനെ നിർബന്ധിക്കാനും പാടില്ല. അത് ആ പേഴ്സൺ അറിയാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ എന്തായാലും അതിനുവേണ്ടി നിങ്ങൾക്കൊരു അവസരം നൽകാൻ തയ്യാറാണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തയ്യാറാണെന്ന് പറയുമ്പോൾ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അത് ഇപ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയുന്നില്ലെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ആ പേഴ്സൺ അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആരോടും തുറന്ന് പറയുന്നില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ അറിയാം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കുകയാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മറച്ചു വയ്ക്കാൻ നന്നായിട്ട് അറിയാമെന്ന് ആ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആരോടും പറയുന്നില്ലെങ്കിൽ കൂടി ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷമം മറച്ചു വയ്ക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഇനി വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് തുറന്ന് പറയണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് അങ്ങനെയാണ്. ഞാൻ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണത്. പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.